എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഈ കൊറോണ കാലത്തെ COVID-19 കാലത്തെ ഡിപ്രഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കോവിഡ് കാലത്ത് ഡിപ്രഷൻ ഉള്ളവർക്ക് ഡിപ്രഷൻ കൂടുവാനും ഡിപ്രഷൻ ഇല്ലാത്തവർക്ക് മാനസിക സമ്മർദ്ദവും ആങ്സൈറ്റിയും ഉള്ളവർക്ക് ഡിപ്രഷൻ ഉണ്ടാകുവാനുമുള്ള സാഹചര്യം വളരെയധികം കൂടുതലാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഈ ഡിപ്രഷനെ മനസ്സിലാക്കുക എന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ തരാൻ പോകുന്ന ചില ടിപ്സ് ഉപയോഗിച്ച് ഈ ഡിപ്രഷനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതും, ഇനി ഡിപ്രഷൻ വരുവാൻ സാധ്യതയുള്ള ആങ്സൈറ്റിയുള്ള അല്ലെങ്കിൽ സ്ട്രെസ് ഉള്ള ആളുകൾക്ക് ഈ ടിപ്സ് ഉപയോഗിച്ച് ഡിപ്രഷനെ എങ്ങനെ വരാതെ തടയാം എന്നുള്ളതുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഡിപ്രഷനെ കുറിച്ച് ചെറിയൊരു വാക്ക്. ഡിപ്രഷൻ ഒരു ശാരീരിക അസുഖമാണ്, മാനസിക അസുഖമാണ്. ഇത് തീർച്ചയായും ഒരാളുടെ ജീവിതത്തെ വളരെയധികം നെഗറ്റീവായി സ്വാധീനിക്കുന്ന ഒരു മാനസിക ശാരീരിക അസുഖമാണ്. അതിൽ സാധാരണഗതിയിൽ ഒരു ദുഃഖം എന്നുള്ള രീതിയിലല്ല അത് കാണേണ്ടത്. അത് ശാരീരികമായും മാനസികമായും ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഡിപ്രഷൻ ഉള്ള വ്യക്തിയിൽ ഉണ്ടാക്കുന്നതാണ്. ഇടതടവില്ലാതെയുള്ള ബുദ്ധിമുട്ടുകൾ, മാനസികമായ സമ്മർദ്ദങ്ങൾ, ആങ്സൈറ്റി, സ്ട്രെസ്, കരച്ചിൽ വരിക, അദ്ദേഹത്തിൻ്റെ വിശപ്പിനെ ബാധിക്കുക, ഭക്ഷണം നേരെ കഴിക്കാൻ പറ്റാതാവുക, മറ്റുള്ളവരോട് നേരെ ചൊവ്വേ സംസാരിക്കാൻ പറ്റാതാവുക, രാത്രിയിൽ ഒന്നുകിൽ ഉറക്കം നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഒരുപാട് ഉറങ്ങിക്കൊണ്ടേയിരിക്കുക, അങ്ങേയറ്റം ഹോപ്പ്ലെസ് ആയി ഫീൽ ചെയ്യുക, ഞാൻ എന്ത് ചെയ്താലും ശരിയാവില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് പോവുക, ശാരീരികമായും മാനസികമായും ക്ഷീണിച്ച ഒരവസ്ഥയിലേക്ക് വരിക, സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുക, സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടുക, മറ്റുള്ളവരോട് സംസാരിക്കാതിരിക്കാൻ സാഹചര്യം ഉണ്ടാകുക, എപ്പോഴും ഒറ്റയ്ക്കിരിക്കുന്ന ശീലം, അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ ഡിപ്രഷനുണ്ട്. ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് സാധാരണ ദുഃഖം മാത്രമല്ല. അതുകൊണ്ട് തന്നെ ഈ ഡിപ്രഷനെ ശരിയായി മനസ്സിലാക്കേണ്ടത് ഈ ഡിപ്രഷൻ ഉള്ള ആളുടെയും ഡിപ്രഷൻ ഉള്ള ആളുകളുടെ കൂടെ താമസിക്കുന്നവരുടെയും ജീവിക്കുന്നവരുടെയും പ്രധാനപ്പെട്ട കടമയാണ്. ഇത് ഡിപ്രഷനെ ഓവർകം ചെയ്യുവാനും സഹായിക്കും. ഡിപ്രഷനെ കുറിച്ച് മനസ്സിലായാൽ തന്നെ ഡിപ്രഷൻ്റെ ട്രീറ്റ്മെൻറ്റ് ഏകദേശം പകുതിയോളം വിജയിച്ചു എന്നാണ് പറയേണ്ടത്. ഈ വീഡിയോ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിനായി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ദയവ് ചെയ്ത് ഇത് ഒരു ഡയഗ്നോസിസായി കാണരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിപ്രഷൻ്റെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ കണ്ട് നല്ലപോലെ ഡയഗ്നോസിസ് ചെയ്ത് അതിന് തക്കതായിട്ടുള്ള ചികിത്സയും ചെയ്താൽ ഡിപ്രഷൻ പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്നതാണ്. സ്വയം ഡയഗ്നോസിസ് ചെയ്യുകയോ സ്വയം ചികിത്സിക്കുകയോ ഒരു കാരണവശാലും പാടില്ല. ഞാൻ ഈ വീഡിയോയിൽ തരുന്ന ടിപ്സ് നിങ്ങൾക്ക് തീർച്ചയായും ഉപയോഗിക്കാം. പക്ഷേ അതൊരിക്കലും ഡയഗ്നോസിസ് അല്ല, ട്രീറ്റ്മെൻറ്റിനുള്ള മെത്തഡോളജിയുമല്ല. ഇത് നിങ്ങളുടെ ഡിപ്രഷൻ മാനേജ് ചെയ്യുവാനും ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഡിപ്രഷൻ വരികയാണെങ്കിൽ അത് തടയുവാനും ഈ ടിപ്സ് കൊണ്ട് ഉപയോഗമാകും. പക്ഷേ ഒരിക്കലും ഡയഗ്നോസിസ് പർപ്പസിനോ ചികിത്സയ്ക്കായോ ഇത് ഉപയോഗിക്കരുത്. അതൊരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ നേരിട്ട് കണ്ടു മാത്രം ചെയ്യേണ്ട ഒന്നാണ്. ഈ കോവിഡ് കാലത്ത്, കൊറോണ കാലത്ത് ഈ ഡിപ്രഷൻ പേഷ്യൻറ്റിന് ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരാം. അതേപോലെ ഡിപ്രഷൻ വരുവാൻ സാഹചര്യമുള്ള ആളുകൾക്കും ഈ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരാം. അതിലേറ്റവും പ്രധാനം മാനസികമായും സമ്മർദ്ദമുള്ള ആളുകൾക്ക് അവരുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയുകയും അവർക്ക് ഇത്തരം ഇൻഫെക്ഷൻസ് വരാനുള്ള സാഹചര്യം കൂടാനുള്ള ഒരു പ്രവണതയും കാണുന്നുണ്ട്. അതിന് കാരണം മാനസിക സമ്മർദ്ദമാണ്. ഡിപ്രഷൻ ഉള്ളവർക്കും മാനസിക സമ്മർദ്ദം ഉണ്ടാവാം. മാനസിക സമ്മർദ്ദം ഉള്ളവർക്ക് അവരുടെ രോഗപ്രതിരോധ ശേഷി കുറവായതുകൊണ്ട് അസുഖം വന്നാലോ എന്നുള്ള പേടിയിലും ആ മാനസിക സമ്മർദ്ദം കാരണം, ആങ്സൈറ്റി കാരണം ഡിപ്രഷൻ ഉണ്ടാകുവാനുള്ള സാധ്യതയും കാണപ്പെടുന്നു. ഇങ്ങനെയുള്ളവർക്ക് ഈ പാൻഡമിക് കാലത്ത് COVID-19 എന്നെ പിടിച്ചാലോ, എനിക്ക് COVID-19 ബാധിച്ചാലോ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലുള്ള ടെൻഷൻ ധാരാളമായി കാണപ്പെടുന്നു. അവർക്ക് പുറത്തു പോകാനോ മറ്റുള്ളവരോട് സംസാരിക്കാനോ മറ്റുള്ളവരുമായി ഇടപഴകാനോ സാധന സാമഗ്രികൾ വാങ്ങുവാനോ സ്വന്തം കയ്യിലുള്ള പൈസ അപര്യാപ്തമായി പോകുന്ന ഒരു ബുദ്ധിമുട്ട് വരികയോ ഒക്കെ ചെയ്യാം. അതിന് കാരണം ജോലിയില്ലാത്ത അല്ലെങ്കിൽ ജോലിയിൽ സ്ഥിരതയില്ലാത്ത, അതുമല്ലെങ്കിൽ ഈ കോവിഡ് പാൻഡമിക് കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഇതെല്ലാം ആവാം.
ഈ COVID-19 കാരണം കൊണ്ട് ഈ ഡിപ്രഷനുള്ള ആളുകൾ സാധാരണഗതിയിൽ തന്നെ അവർ ലോൺലിനെസ് ഫീൽ ചെയ്യുന്നവരാണ്, ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, ഒറ്റയ്ക്ക് ഇരിക്കുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമാണ്. പക്ഷേ ഈ പാൻഡമിക്കിൻ്റെ സമയത്ത് അവർക്ക് കൂടുതൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടതായി വരും. സോഷ്യൽ സാഹചര്യം അനുഭവിക്കാൻ അവർക്ക് സാധ്യമാവുന്നില്ല. അവരുടെ ഹോപ്പ്ലെസ്നെസ്സും ഹെൽപ്ലെസ്നെസ്സും സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും എല്ലാം ഈ കോവിഡ് പീരീഡിൽ കുറഞ്ഞതായി അനുഭവപ്പെടുന്നു. അവർക്ക് മൂഡ് സ്വിങ്സ് വന്നുകൊണ്ടിരിക്കും. അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ലോൺലിനെസ് കൂടുതൽ ഫീൽ ചെയ്യുന്നു. COVID-19 കുറിച്ചിട്ടുള്ള ആങ്സൈറ്റിയും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പേടിയും ഇവരുടെ മനസ്സിൽ കടന്നുകൂടും. അതിനനുസരിച്ച് മറ്റുള്ളവരുമായി ഇടപഴകാനുള്ള സാഹചര്യം കുറവാണ്. അതിനും പുറമെ ന്യൂസ് ചാനൽസിലും പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഈ കോവിഡിനെ കുറിച്ചിട്ടുള്ള ധാരാളം പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ തെറ്റായ വാർത്തകളും ഉണ്ടാവാം, ശരിയായ വാർത്തകളും ഉണ്ടാവാം. തെറ്റായ വാർത്തകൾ ഇവരെ കൂടുതൽ ഡിപ്രസീവ് സിംറ്റംസിലേക്ക് നയിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും കാരണവശാൽ സൂയിസൈഡൽ ടെൻഡൻസി, ആത്മഹത്യാ പ്രവണത ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് നിങ്ങളൊരു സൈക്യാട്രിസ്റ്റിനെ കാണേണ്ടതാണ്. അതിന് തക്കവണ്ണമുള്ള മരുന്ന് കഴിക്കേണ്ടതാണ്. ഒരു കാരണവശാലും സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള ആളുകൾ, ആത്മഹത്യാ പ്രവണത ഉള്ള ആളുകൾ സ്വയം ചികിത്സിക്കാൻ നിൽക്കരുത്. തീർച്ചയായും ഒരു സൈക്യാട്രിസ്റ്റിനെ എത്രയും വേഗം കാണുക തന്നെ വേണം. ഒറ്റയ്ക്കിരിക്കേണ്ട സാഹചര്യം കൊണ്ടും ഈ ഡിപ്രഷൻ കൊണ്ടും ഈ പറയുന്ന വ്യക്തിക്ക് കുടുംബത്തിലെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരും. മറ്റുള്ളവർ ഇദ്ദേഹത്തിനെ കാണുന്നതും ഇദ്ദേഹം മറ്റുള്ളവരെ കാണുന്നതും സാധാരണ രീതിയിലാവില്ല. വീടുകളിൽ ഇരിക്കുമ്പോൾ തന്നെ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊരു പക്ഷേ കലഹത്തിലേക്ക് നയിച്ചേക്കാം. ഈ അഭിപ്രായ വ്യത്യാസവും കലഹവും ഈ ഡിപ്രഷനുള്ള വ്യക്തിയുടെ മനസ്സിൽ കളങ്കമുണ്ടാക്കുന്നു. ഡിപ്രഷൻ കൂടുവാൻ അത് കാരണമാകാം. അതേപോലെ ഇതേ പ്രശ്നങ്ങൾ തന്നെ ഒരു വ്യക്തിയിൽ ഡിപ്രഷൻ ഉണ്ടാവാനും കാരണമായേക്കാം. ഈ COVID-19 കുറിച്ചിട്ടുള്ള ആശങ്കകൾ, ആങ്സൈറ്റി, പേടി ഇവ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് സ്ട്രെസ് ഉണ്ടാവാനും അതിൻ്റെതായ രീതിയിൽ ഡിപ്രഷൻ ഉണ്ടാവാനും സാഹചര്യമുണ്ടാക്കാം. ഈ ആങ്സൈറ്റിയും COVID-19 പാൻഡമിക്കിൻ്റെ പേടിയും കാരണം സ്ട്രെസ് ലെവൽസ് വളരെയധികം കൂടുന്നു. ഈ സ്ട്രെസ് ലെവൽസ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺസ് കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ കോർട്ടിസോൾ നമ്മുടെ ശരീരത്തിന് വെയിറ്റ് ലോസ് അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാവാൻ സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ സ്ട്രെസ് ഹോർമോൺ ആയതുകൊണ്ട് അത് നിങ്ങൾക്ക് ഡിപ്രഷൻ വരുത്തുവാനുള്ള ഒരു ബാധ്യതയായി മാറുകയും ചെയ്യും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും, അതായത് ഡിപ്രഷൻ ഉള്ളവർക്ക് ആ ഡിപ്രഷൻ മാനേജ് ചെയ്യുന്നതിനും ഡിപ്രഷൻ ഇല്ലാത്തവർക്ക് ഈ പാൻഡമിക് സമയത്ത് ഡിപ്രഷൻ വരാതിരിക്കുവാനും എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ചുറ്റുമുള്ള കാഴ്ചപ്പാട്, നമ്മുടെ ചുറ്റുമുള്ള കാഴ്ചകളാണ്, നമ്മുടെ ചുറ്റുമുള്ള അവസ്ഥയാണ് നമ്മളുടെ ഈ ഡിപ്രഷനെ കൂട്ടുവാനോ അല്ലെങ്കിൽ ഡിപ്രഷൻ ഇല്ലാത്തവർക്ക് ഡിപ്രഷൻ വരുത്തുവാനുള്ള കാരണമായി ഭവിക്കുന്നത്. അതുകൊണ്ട് ഈ ചുറ്റുപാടിൽ നിന്നും നമുക്കെതിരെ അല്ലെങ്കിൽ ഡിപ്രഷനുള്ള ആൾക്കെതിരെ നടക്കുന്ന ഈ ബോംബാർഡ്മെൻറ്റിനെ തടഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ ഡിപ്രഷൻ നമുക്ക് മാനേജ് ചെയ്യാം, ഡിപ്രഷനെ തടയാം. ഏറ്റവും പ്രധാനമായി വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ ഹോർമോൺസിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് ശാരീരിക വ്യായാമവും റിലാക്സേഷൻ മെഡിറ്റേഷനുമാണ്. ബ്രീത്തിങ് റിലാക്സേഷൻ. ശാരീരിക വ്യായാമം ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ശാരീരിക വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ധാരാളം എൻഡോർഫിൻസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ എൻഡോർഫിൻസ് വളരെയധികം മൂഡ് സ്റ്റാബിലൈസിങ് ഹോർമോൺസ് ആണ്. മൂഡിനെ അപ്ലിഫ്റ്റ് ചെയ്ത് വയ്ക്കുന്ന ഒരു ഹോർമോണാണ്. ദിവസം മുഴുവൻ എനർജി പ്രദാനം ചെയ്യുന്ന, മനസ്സിന് നല്ല ഒരു മൂഡ് തരുന്ന ഒരു ഹോർമോൺ കൂട്ടമാണ് ഈ എൻഡോർഫിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻഡോർഫിൻ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത് ശാരീരിക വ്യായാമമാണ്. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും നിങ്ങൾ തീർച്ചയായും ശാരീരികമായിട്ടുള്ള വ്യായാമം ചെയ്യുക. രണ്ടാമത്തേത് റിലാക്സേഷൻ, ബ്രീത്തിങ് ആണ്. ഇതും രാവിലെയും വൈകുന്നേരവും ഒരു 15 മിനിറ്റ് നേരമെങ്കിലും രാവിലെയും വൈകുന്നേരവും റിലാക്സേഷൻ ബ്രീത്തിങ് ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിൽ ഇതേപോലെ എൻഡോർഫിൻസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. നിങ്ങളുടെ മൂഡ് ഒരു പരിധിവരെ റിലാക്സ്ഡ് മൂഡായി, പോസിറ്റീവ് മൂഡായി ഇരിക്കുകയും ചെയ്യും. രണ്ടാമത് ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ ഡിസ്ട്രാക്ട് ചെയ്യുക. അതായത് നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോഴെല്ലാം, നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാകുമ്പോഴെല്ലാം, നിങ്ങളുടെ മനസ്സിൽ ഒരുതരം നെഗറ്റീവായ ഫീലിംഗ് ഉണ്ടാകുമ്പോഴെല്ലാം നിങ്ങൾ പുതിയ ഒരു ആക്ടിവിറ്റിയിലേക്ക് കളം മാറി ചവിട്ടുകയാണ്. ധാരാളം പുതിയ ആക്ടിവിറ്റീസ് ഉണ്ട്.
ഹോബീസ് ഉണ്ടാവാം, ഇൻഡോർ ഗെയിംസ് ഉണ്ടാവാം, ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് ഉണ്ടാവാം, ഈ ചിത്രം വരയ്ക്കലിനെ പോലെയും പെയിൻറ്റിങ്ങിനെ പോലെയുമുള്ള ഹോബി ആക്ടിവിറ്റീസ് ഉണ്ടാവാം. ഇതിലേതെങ്കിലും 1, 2, 3 സെലക്ട് ചെയ്ത് ഓരോ പ്രാവശ്യം നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോഴും നെഗറ്റീവ് മൂഡ് വരുമ്പോഴും ഇത്തരം ആക്ടിവിറ്റീസിലേക്ക് മനസ്സിനെ കൊണ്ടു ചെന്നാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ നെഗറ്റീവ് തോട്ട്സ് കണ്ടിന്യൂ ചെയ്യുന്നതിനെ തടയുവാൻ സാധിക്കും. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കാൻ പഠിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം ഉൾക്കൊള്ളുക, ഉണ്ടാകുക. ഒരു ഉദാഹരണത്തിന്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഒരു നല്ല ഭക്ഷണം നിങ്ങൾക്ക് പാകം ചെയ്തുകൊണ്ട് തന്നു കഴിഞ്ഞാൽ ഉടനെ ആ നല്ല ഭക്ഷണത്തിനെ ആസ്വദിക്കുക, നല്ല ഭക്ഷണമാണ് എന്ന് പറയുക, അതിൻ്റെ ടേസ്റ്റ് വളരെയധികം നല്ലതാണ് എന്ന് പറയുക. അതിന് ഭാര്യയ്ക്ക് ഒരു അപ്രീസിയേഷൻ കൊടുക്കാനും മറക്കരുത്. എപ്പോഴും പറയുക, ഇന്ന് ഫുഡ് വളരെയധികം നന്നായിരുന്നു. ഭാര്യയ്ക്കോ അല്ലെങ്കിൽ മാതാവിനോ നല്ലൊരു അപ്രീസിയേഷൻ കൊടുക്കാനും മറക്കരുത്. ഇന്ന് നല്ല ഫുഡായിരുന്നു, എനിക്ക് വളരെയധികം സന്തോഷമായി, വളരെയധികം നന്ദി എന്ന് പറയുവാൻ നമ്മൾ പഠിക്കണം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ചെറിയ ചെറിയ വിഷയങ്ങളിൽ നമ്മൾ സന്തോഷിച്ചാൽ, ഇപ്പോൾ ചെസ്സ് കളിക്കുകയാണ്, ചെസ്സ് കളിയിൽ ജയിച്ചാൽ നിങ്ങൾ സന്തോഷിക്കണം എന്ന് പറയാൻ കാരണം നമ്മളുടെ മനസ്സിൽ സന്തോഷം എന്നുള്ളത് വികാരമാണ്. എനിക്ക് സന്തോഷിക്കാൻ കഴിയില്ല എന്നാരും പറയില്ല. സന്തോഷിക്കാൻ നമ്മൾക്ക് കഴിയും, പക്ഷെ നമ്മളത് ചെയ്യില്ല എന്നുള്ളതാണ് സത്യം. ഇത് ഡിപ്രഷൻ ഉള്ളവർക്കും ബാധകമാണ്. ടി വിയിൽ നല്ലൊരു കോമഡി ഷോ കാണുമ്പോൾ അതിൽ കോമഡി വരുമ്പോൾ എനിക്ക് ചിരിയൊന്നും വരുന്നില്ല എന്ന് പറയാൻ എളുപ്പമാണ്. എന്നാൽ ചെറിയ ചെറിയ ചിരി വരാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോഴും നിങ്ങൾ ചിരിച്ചു നോക്കൂ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറും. അതായത് ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുക. ബി ഹാപ്പി. ഉറക്കം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ദിവസം 8 മണിക്കൂറെങ്കിലും ഒരു ഡിപ്രഷനുള്ള ആൾ ഉറങ്ങണം എന്നുള്ളതാണ് ശരി. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശാരീരികമായി വ്യായാമം ചെയ്ത് ദിവസവും രാവിലെ 15 മിനിറ്റും വൈകുന്നേരം 15 മിനിറ്റും മെഡിറ്റേഷൻ ചെയ്ത് ക്രിയേറ്റീവായ ആക്ടിവിറ്റീസ് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരുന്നാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ മാനസികമായും ശാരീരികമായും ഉറക്കം വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. രാത്രി നല്ല ഉറക്കം വരും. ആ ഉറക്കം 8 മണിക്കൂറെങ്കിലും എല്ലാ ദിവസവും കൃത്യസമയത്ത് മെയിൻറ്റെയിൻ ചെയ്യുവാൻ ശ്രമിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം വളരെയധികം അത്യാവശ്യമാണ്. നമ്മുടെ ശരീരം ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താനും നമ്മളുടെ പേശികൾക്ക് ആവശ്യമായ ബലം കൊടുക്കുവാനും പല സമയത്തും വേദനകൾ ഇല്ലാതാക്കുവാനും ഈ വെള്ളത്തിന് കഴിയും. ധാരാളം വെള്ളം കുടിക്കുക. ഈ വേദനകൾ ഇല്ലാതിരിക്കുമ്പോൾ തന്നെ, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ തന്നെ, ഡീഹൈഡ്രേഷൻ ഇല്ലാതാവുമ്പോൾ തന്നെ ഡിപ്രഷൻ്റെ സിംറ്റംസും ഒരു പരിധിവരെ കുറയുന്നതായാണ് കണ്ടിട്ടുള്ളത്. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കൊളസ്ട്രോൾ കൂടുതലുള്ള, അതല്ലെങ്കിൽ എണ്ണമയം കൂടുതലുള്ള, അതല്ലെങ്കിൽ സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ സാധാരണഗതിയിൽ ഉടനെ മൂഡ് ഇംപ്രൂവ് ആവും എന്നുണ്ടെങ്കിലും പിന്നീട് മൂഡ് താഴുന്നതായാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ട് അത്തരം ഡയറ്റല്ല, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ധാരാളം പച്ചക്കറിയും പയർവർഗ്ഗങ്ങളും പരിപ്പും ഒക്കെ കൂടിയുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നാൽ അതും ഒരു പരിധിവരെ നിങ്ങളുടെ ഡിപ്രഷനെ കുറയ്ക്കാൻ സഹായിക്കും എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. സാധാരണഗതിയിൽ ഡിപ്രഷന്റെ ചികിത്സ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുക, സൈക്കോളജിസ്റ്റിനെ കാണുക. സൈക്യാട്രിസ്റ്റ് നിങ്ങൾക്ക് മൂഡ് സ്റ്റാബിലൈസിങ് മരുന്നുകൾ തരും, ഡിപ്രഷൻ ട്രീറ്റ് ചെയ്യുവാനുള്ള മരുന്നുകൾ തരും. സൈക്കോ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് നിങ്ങൾക്ക് തെറാപ്പികൾ പറഞ്ഞു തരും, കൗൺസിലിംഗ് തരും. കൗൺസിലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സൈക്കോ എഡ്യൂക്കേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഡിപ്രഷനെ കുറിച്ച് വ്യക്തമായി അറിയുന്നത് തന്നെ 50% ഡിപ്രഷൻ ക്യൂർ ചെയ്ത ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ആ ഡിപ്രഷനെ കുറിച്ച് നിങ്ങൾ അറിയുന്നത് കൗൺസിലിങ്ങിലൂടെ ആയിരിക്കും എന്നുള്ളതാണ് പ്രധാനം. ആ കൗൺസിലർ നിങ്ങൾക്ക് ഡിപ്രഷനെ കുറിച്ച് പറഞ്ഞു തരും. ഡിപ്രഷൻ സമയത്ത് നിങ്ങൾ പാലിക്കേണ്ടതായിട്ടുള്ള ചിട്ടകളെക്കുറിച്ച് പറഞ്ഞു തരും. എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞു തരും. അതൊക്കെ കൗൺസിലിംഗ് എന്ന പ്രക്രിയയിൽ വരും, സൈക്കോ എഡ്യൂക്കേഷൻ എന്നുള്ള പ്രക്രിയയിൽ വരും. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നിങ്ങൾക്ക് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, കോഗ്നിറ്റീവ് തെറാപ്പി, ഇന്റർപേഴ്സണൽ തെറാപ്പി, ഫാമിലി തെറാപ്പി എന്നിവയെല്ലാം എങ്ങനെ നടത്തണം, എങ്ങനെ നിങ്ങൾക്ക് ഡിപ്രഷനെ മാനേജ് ചെയ്യാം എന്നുള്ളതൊക്കെ അദ്ദേഹം വ്യക്തമായി പറഞ്ഞു തരും. പലതരത്തിലുള്ള CBT എക്സസൈസ് ഉണ്ട്, വീട്ടിൽ പോയി ചെയ്യാവുന്ന എക്സസൈസ് ഉണ്ട്, അവിടെ നിന്നും ചെയ്യാവുന്ന എക്സസൈസ് ഉണ്ട്, എല്ലാ ദിവസവും ചെയ്യുന്ന എക്സസൈസ് ഉണ്ട്. എക്സസൈസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എഴുതാനുള്ള എക്സസൈസ് ആവാം, വായിക്കാനുള്ള എക്സസൈസ് ആവാം, ചിന്തിക്കാനുള്ള എക്സസൈസ് ആവാം, ശാരീരികമായ എക്സസൈസ് ആവാം. അങ്ങനെ പലതരത്തിലുള്ള എക്സസൈസസ് ഉണ്ട്.
ഇതെല്ലാം നിങ്ങൾ ചെയ്യും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസം ഈ മരുന്നും ഈ സൈക്കോതെറാപ്പി ടെക്നിക്സും കൗൺസിലിങ്ങും ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു 6 മാസം മുതൽ 1 വർഷം വരെയുള്ള കാലയളവിൽ നിങ്ങളുടെ ഡിപ്രഷൻ പൂർണ്ണമായും മാറ്റിയെടുക്കുവാൻ സാധിക്കും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഡിപ്രഷൻ ക്യൂറബിൾ ആണ്, 100% ക്യൂറബിൾ ആണ്. പക്ഷേ ഒരു കാരണവശാലും സ്വയം ഡയഗ്നോസിസ് ചെയ്യാനോ സ്വയം ചികിത്സിക്കാനോ ശ്രമിക്കരുത്. ദയവ് ചെയ്ത് ഒരു സൈക്യാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ കാണുക.